അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ റൈസ് അപ്പ് മൈൻഡ് ട്രെയിനിങ് ആൻഡ് കൗൺസിലിംഗ് സെൻറ്ററിലാണ്. അവിടെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അന്ന് പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റ് വർക്ക്ഷോപ്പിന് ഇനോഗ്രേഷൻ ആയിരുന്നു. ഇനോഗ്രേഷൻ ചെയ്യാൻ എന്നെ വിളിച്ചതിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഷഹനാസിനോടും നസീം താനോടും ഒരുപാട് താങ്ക്സ് പറയുന്നു. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വളരെ അത്യാവശ്യമാണ്. ഒരുപാട് പേർക്ക് ഒരു ഉപകാരം കിട്ടുന്ന ഒരു കാര്യമാണ്. അഫ്സൽ ബോദി സാറിൻ്റെ ക്ലാസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ആ ഒരു പ്രോഗ്രാം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇനോഗ്രേറ്റ് ചെയ്തു. നമുക്ക് ഈ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഷഹനാസിൽ കൂടി തന്നെ അറിയാം. നമുക്ക് ഇവിടുത്തെ സൈക്കോളജിസ്റ്റായ ഷഹനാസ് റഷീദിനെ പരിചയപ്പെടാം. ഇപ്പോൾ ഷഹനാസ് ഈ റൈസപ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഏകദേശം 3 years ആവാനായി. ഈ കൗൺസിലിംഗ് ഫീൽഡിലേക്ക് തന്നെ പോകാനുള്ള റീസൺ എന്താ? ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് അവരവരുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ പങ്കിടാൻ, ഷെയർ ചെയ്യാൻ ഒരാളില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ അത്രക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് മെയിൻ. പിന്നെ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുറേ ആൾക്കാർ ആ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലേ ഇതിൽ കൂടി? ഓരോ ഡിപ്രഷൻ അങ്ങനെയുള്ള എന്തെല്ലാം കൗൺസിലിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്? ഓൾമോസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഫാമിലി കൗൺസിലിംഗ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, സ്റ്റുഡൻറ്റ് കൗൺസിലിംഗ്, പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പീസൊക്കെ CBT, DBT അങ്ങനെയുള്ള തെറാപ്പീസും, പിന്നെ സ്റ്റുഡൻസിൻ്റെ ADHD, ലേണിംഗ് ഡിസേബിലിറ്റി ഒക്കെ ഉണ്ടല്ലോ, LD അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അസസ്മെൻ്റൊക്കെ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ നിങ്ങളിവിടെ സൈക്കോളജി ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, അല്ല വെറും ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്? അല്ലല്ല, ഇവിടെ പിന്നെ കൗൺസിലിംഗും ഉണ്ട്, പ്ലസ് നമ്മൾ ട്രെയിനേഴ്സിന്, സൈക്കോളജി സ്റ്റുഡൻസിനുള്ള ഇവിടെ പിന്നെ തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക് കൗൺസിലിംഗ് ആണ് മെയിനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവർക്കുള്ള പ്രാക്ടിക്കൽ, എങ്ങനെയാണ് ഒരു നല്ല കൗൺസിലർ ആവേണ്ടത്, എങ്ങനെ കൗൺസിലിംഗ് ചെയ്യണമെന്നൊക്കെയുള്ള അന്നേരം എനിക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമ്മൾ 1 year ആണ് അതിൻ്റെ ഒരു കോഴ്സ് പ്ലാൻ വരുന്നത്. അപ്പോൾ അതിനുശേഷം സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഇത് നമ്മളെ ഇസ്ലാഹി അറബിക് കോളേജിന് കീഴിലുള്ള സർട്ടിഫിക്കറ്റ് ആണോ, അല്ല എന്താ സർട്ടിഫിക്കറ്റ്? ഏത്? ഇസ്ലാഹി അറബിക് കോളേജിൻ്റെ അണ്ടറിലുള്ള സർട്ടിഫിക്കറ്റ്, ഈ റൈസപ്പ്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്ത് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ശരിക്കും എവിടെ പോയി കഴിഞ്ഞാലും എക്സ്പീരിയൻസ്, അന്നേരം കുറേ ആൾക്കാർ പഠിച്ച കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ സൈക്കോളജി ഫീൽഡിലാണെങ്കിൽ ഒരു 2 years എക്സ്പീരിയൻസ് മിനിമം വേണം, എന്നാലും നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് ഒരു സാധ്യതയുള്ളൂ. അന്നേരം ഇപ്പോൾ ഇവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, PG കഴിഞ്ഞിട്ട് വന്ന ഒരുപാട് സ്റ്റുഡൻസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അന്നേരം പിന്നെ നമുക്ക് അവരെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് അവരോട് ചോദിക്കാം. നമുക്കിവിടെ ട്രെയിനി ആയിട്ട് വന്ന ഒരാളെ പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് നിദ നിസ്താർ. സ്ഥലം? എൻ്റെ വീട് അഴീക്കലാണ്. ഇവിടെ എത്ര മാസമായി ഇവിടെ? ഞാനിപ്പോൾ ഇവിടെ ട്രെയിനി ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 months ആവാനായി. ഇപ്പോൾ എന്ത് കഴിഞ്ഞിട്ടാണ് വന്നത്? സൈക്കോളജി കോഴ്സ്? അതെ, PG കഴിഞ്ഞിട്ടാണ് ഇവിടെ ട്രെയിനി ആയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്തത്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരു അടിപൊളി എക്സ്പീരിയൻസാണ്. കാരണം നമ്മളെപ്പോഴും ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് മാത്രമല്ലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കേസസ് മാം തന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കേസ്, ഒരു കൗൺസിലിങ്ങിന് വരുമ്പോൾ കേസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഇവിടുന്ന് പ്രാക്ടിക്കൽ സെഷൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനി ആയിട്ടുള്ള 2 പേരെയും കൂടി പരിചയപ്പെടാം. പേര്? തെഹ്മീന. എവിടെ സ്ഥലം? തലശ്ശേരി. തലശ്ശേരിയിൽ നിന്ന് ഡെയിലി വരും? പിന്നെ എന്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത്? ഞാനിപ്പോൾ PG ഫൈനൽ ഇയർ ആണ്. അതിന് ശേഷം മാമിൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. ഇപ്പോൾ എത്ര മാസമായി? ഇപ്പോൾ ഒരു 6 months ആയി. എങ്ങനെ എക്സ്പീരിയൻസ് ഈ എക്സ്പോഷർ എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരുവിധം എല്ലാ സ്ഥലത്തും ഇൻറ്റേൺഷിപ്പ് കയറി ഇറങ്ങിയതാണ്. പ്രാക്ടിക്കൽ എക്സ്പോഷർ ഇവിടെ മസ്റ്റ് കിട്ടുന്നുണ്ട്. ആസ് ഇൻ ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ആയാലും ആദ്യം മാം ഒന്ന് ക്ലാസ് എടുത്ത് അസസ് ചെയ്ത് 2-3 months കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ എക്സ്പോഷർ തരാം. പക്ഷെ നമുക്ക് കണ്ടുപഠിക്കുന്നതും വായിച്ചു പഠിക്കുന്നതും രണ്ടാണ്. ഭാവിയിൽ നല്ലൊരു കൗൺസിലറായി മാറട്ടെ. അതെ. പേര്? എൻ്റെ പേര് സന. സ്ഥലം പയ്യന്നൂർ. ട്രെയിൻ വരുന്നത്. പ്രത്യേകത മനസ്സിലാക്കാം. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 1 month. PG സൈക്കോളജി PG നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇതുപോലെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാന്നുള്ള രീതിയിൽ വന്ന് ജോയിൻ ചെയ്തതാണ്. സെൻറ്ററിനെ കുറിച്ചും മാമിനെ കുറിച്ചും ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ എൻ്റെ ഫ്രണ്ട് ത്രൂ വന്നത് തന്നെയാണ്. അപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയറി
പഠിച്ചിറങ്ങുമ്പോഴും നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ഏതാണെന്ന് നമ്മളൊരു സെൻറ്ററിൽ കയറി കഴിഞ്ഞാൽ, അതും നല്ലൊരു സെൻറ്ററിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് വിത്തിൻ 1 month തന്നെ എനിക്കൊരു നല്ല ഞാൻ എത്തിപ്പെട്ടത് ഒരു നല്ല സ്ഥലത്ത് തന്നെയാണെന്നുള്ള മനസ്സിലായി. പിന്നെ മാമിൻ്റെ കൂടെ മാം ഒരുപാട് കേസസ് പറഞ്ഞു തന്നിട്ടും പിന്നെ നമ്മൾക്ക് അത്യാവശ്യം നല്ലൊരു തിയറി നോളജ് തന്നതിന് ശേഷമാണ് നമുക്ക് കേസസും കാര്യങ്ങളൊക്കെ മാം ഇതാക്കുന്നതും കാര്യങ്ങളും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച്. ഞങ്ങളെല്ലാവരും ഇവിടെ ട്രെയിനായിട്ട് വന്ന എല്ലാവരും നല്ലൊരു സൈക്കോളജിസ്റ്റായിട്ട് മാറട്ടെ, നമ്മൾ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്തെല്ലാമെന്ന് നമ്മുടെ ഷാനാസിൽ കൂടി തന്നെ നമുക്കറിയാം. നമ്മളിപ്പോൾ കറൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് കൗൺസിലിംഗ് കോഴ്സാണ്. അത് 1 year ആണ് അതിൻ്റെ കോഴ്സ് പീരീഡ് വരുന്നത്. പിന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ടും നമുക്ക് എങ്ങനെ നല്ലൊരു കൗൺസിലർ ആവാം, നമ്മളെ വീട്ടിലെ സാഹചര്യങ്ങളും നമ്മളെ കുടുംബത്തിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഒരു കൗൺസിലറായി അത്ര കാര്യങ്ങൾ ഡീൽ ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു 3 month കോഴ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് 6 months കോഴ്സാണ്. അത് നമ്മൾ വീട്ടമ്മമാർക്കും പിന്നെ കൗൺസിലേഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 month ഓഫ്ലൈനും ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 6 month സർട്ടിഫിക്കറ്റ് കോഴ്സും പിന്നെ ഡിപ്ലോമ 1 year കോഴ്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആൾക്കാർക്കെല്ലാം ഇവിടെ നിങ്ങളെ കൗൺസിലിംഗ് സെൻറ്ററിൽ വന്നിട്ട് പഠിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല. വീട്ടമ്മമാർക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണിയും കാര്യങ്ങൾ വന്ന് പഠിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഇതുണ്ടോ, അതുപോലെ സംവിധാനം? അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രത്യേകം നമ്മളിവിടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന അതേ സെയിം ടൈമിൽ തന്നെ നമ്മൾ ആ സെയിം ക്ലാസ് ലൈവായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് നമ്പറെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്ര സമയം ഷാനാസിനൂടെ ചിലവിടാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേർക്ക് നല്ലൊരു ജീവിതം നിങ്ങളിലൂടെ ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ കോഴ്സിന് ചേരാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൗൺസിലിങ്ങിന് പോകാനോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ഞങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക, ആർക്കെങ്കിലും യൂസ്ഫുൾ ആകും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ട് സബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.